സൗദി അറേബ്യ പോലുള്ള ഗൾഫ് രാജ്യങ്ങളുടെ മാതൃകയിൽ സ്വദേശീവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിച്ച് പുലിവാല് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ അയൽക്കാരായ കർണാടക. സ്വകാര്യ തൊഴിൽ മേഖലയിൽ കന്നഡികർക്ക് 100% സംവരണം ഉറപ്പുവരുത്താനുള്ള നിയമം കൊണ്ടുവരാനായിരുന്നു സിദ്ധരാമയ്യ സർക്കാരിന്റെ നീക്കം. എന്നാൽ ഇപ്പോൾ എതിർപ്പിനെ തുടർന്ന് താൽക്കാലികമായി ഇത് മാറ്റിവെച്ചെങ്കിലും അതുണ്ടാക്കിയ കോളിളക്കം ഇനിയും അവസാനിച്ചിട്ടില്ല. എന്താണ് സിദ്ധരാമയ്യ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കന്നഡിക സ്വദേശിവൽക്കരണം? കന്നഡികർക്ക് മാത്രമാണോ ഇതിന്റെ ഗുണം? നമ്മൾ മലയാളികളെ, കേരളത്തെ ഇതെങ്ങനെ ബാധിക്കും? വ്യവസായ ലോകം ഇതെങ്ങനെയാണ് കാണുന്നത്? വരൂ നമുക്ക് പരിശോധിക്കാം. കർണാടകയിലെ വ്യവസായ മേഖലയിൽ കന്നഡികർക്ക് 100% തൊഴിൽ സംവരണം ഉറപ്പുവരുത്താനായിരുന്നു സിദ്ധരാമയ്യ സർക്കാരിന്റെ നീക്കം. ഇതിന്റെ ആദ്യപടിയെന്നോണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ഒരു ബിൽ ഉണ്ടാക്കി. ആ ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. എന്നാൽ ഈ ബില്ല് വിവാദമായതോടെ നിയമസഭയിൽ അവതരിപ്പിക്കാതെ ബില്ല് പിൻവലിച്ചു. ബില്ലിന് ഇനിയും അന്തിമ രൂപമായിട്ടില്ലെന്നും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വീണ്ടും ചർച്ച നടത്തിയ ശേഷം മാത്രമേ അന്തിമ രൂപം നൽകുകയുള്ളൂ എന്നുമാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞത്. എന്താണ് ഈ ബില്ലിലുള്ളത്? കർണാടകയിലെ വ്യവസായ സ്ഥാപനങ്ങളിലും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലും 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡ സ്വദേശികളെ നിയമിച്ചിരിക്കണമെന്നാണ് ഈ ബില്ല് വ്യക്തമാക്കുന്നത്. പ്യൂൺ, സ്വീപ്പർ തുടങ്ങിയ ജോലികൾ വരുന്ന ഗ്രൂപ്പ് സി, ഡി ക്ലാസ് ജോലികൾക്ക് കർണാടക സ്വദേശികളെ മാത്രമേ നിയോഗിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശവും ഈ ബില്ലിലുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് കന്നഡ ഒരു ഭാഷയായുള്ള സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോഡൽ ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ള കന്നഡ പ്രാവീണ്യ പരീക്ഷയിൽ വിജയിക്കണമെന്നും ഈ ബില്ലിൽ പറയുന്നു. കർണാടകയിൽ രജിസ്റ്റർ ചെയ്ത കച്ചവട സ്ഥാപനങ്ങൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കുമാണ് ഈ ചട്ടം ബാധകമാകുക. സ്വകാര്യ മേഖലയിൽ ക്ലറിക്കൽ ഡി ക്ലാസ് തസ്തികകളിൽ കന്നഡികർക്ക് 100% സംവരണം അനുവദിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് സർക്കാർ കൊണ്ടുവരുന്നതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ പോസ്റ്റിട്ടു. ഇതോടെ വ്യവസായ പ്രമുഖരടക്കം കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. IT തലസ്ഥാനമായ ബംഗളൂരുവിൽ ഉൾപ്പെടെ വിദഗ്ധരായ തൊഴിലാളികൾ വേണമെന്നിരിക്കെ തദ്ദേശീയരുടെ സംവരണം എങ്ങനെ നടപ്പാക്കുമെന്നാണ് ചോദ്യമുയരുന്നത്. 100% സംവരണം ഏർപ്പെടുത്തിയാൽ ബംഗളൂരുവിലെ IT കമ്പനികൾ അമരാവതിയിലേക്കോ ഗുജറാത്തിലേക്കോ വടക്കേ ഇന്ത്യയിലേക്കോ മാറ്റേണ്ടി വരുമെന്ന് മുൻ വൈസ് പ്രസിഡന്റ് സൗരഭ് ജെയിൻ അഭിപ്രായപ്പെട്ടു. ഒരു ടെക് ഹബ് എന്ന നിലയിൽ തങ്ങൾക്ക് വൈദഗ്ധ്യമുള്ള പ്രതിഭകളെ ആവശ്യമാണെന്നും മുൻനിര ജീവനക്കാരെ നിയമിക്കുന്നതിനെ നിയമം ബാധിക്കരുതെന്നും ബയോകോൺ ലിമിറ്റഡ് ചെയർപേഴ്സൺ കിരൺ മജുംദാർ ചൂണ്ടിക്കാട്ടി. ഉയർന്ന വൈദഗ്ധ്യമുള്ളവരെ നിയമിക്കുമ്പോൾ നിയമത്തിൽ ഇളവ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്ത് നേട്ടമാണ് ഇതുകൊണ്ട് ഉണ്ടാവുന്നത് എന്നാണ് പ്രമുഖ വ്യവസായി TP മോഹൻദാസ് പൈ ചോദിച്ചത്. കന്നഡികരുടെ ഉന്നമനമാണ് ലക്ഷ്യമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ പണം വിനിയോഗിക്കുകയും കന്നഡികരുടെ തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുകയുമാണ് വേണ്ടതെന്നും പറഞ്ഞു. ദൂരക്കാഴ്ചയില്ലാത്ത തീരുമാനമാണിതെന്നും RK മിശ്ര വിമർശിച്ചു. എന്നാൽ സിദ്ധരാമയ്യ സർക്കാരിന്റെ വാദം മറ്റൊന്നാണ്. സ്വന്തം മണ്ണിൽ കന്നഡികർക്ക് സുഖജീവിതം നയിക്കാൻ അവസരം നൽകണമെന്നാണ് ഗവൺമെന്റിന്റെ ആഗ്രഹം. സ്വന്തം നാട്ടിൽ ജോലി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കുക. ഞങ്ങളുടേത് കന്നഡ അനുകൂല സർക്കാരാണ്. ഞങ്ങളുടെ മുൻഗണന കന്നഡികരുടെ ക്ഷേമമാണെന്നും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിൽ കുറിച്ചു. നമ്മൾ മലയാളികളെ ഇതെങ്ങനെ ബാധിക്കും? കർണാടകയിലെ തൊഴിൽ സംവരണ ബില്ലിൽ നിന്നും കേരളത്തിനും ആന്ധ്രാപ്രദേശിനും നേട്ടമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കർണാടകയുടെ GDPയുടെ 25% സംഭാവന ചെയ്യുന്നത് ടെക്നോളജി അനുബന്ധ വ്യവസായങ്ങളാണ്. 11,000-ഓളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ ബംഗളൂരുവിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ സ്ഥാപനങ്ങളെല്ലാം പ്രതിസന്ധിയിലാകാൻ പോകുന്നു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നയം. IT ഉൾപ്പെടെയുള്ള മേഖലകളിൽ കന്നഡികർക്ക് സംവരണം നൽകണമെന്ന നിയമം വന്നാൽ പല കമ്പനികളും അടച്ചുപൂട്ടേണ്ടി വരും. 1.5 ലക്ഷത്തോളം മലയാളികളാണ് ബംഗളൂരുവിൽ IT അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നത്. സംവരണ ബിൽ നിയമമായിരുന്നുവെങ്കിൽ ഇവരിൽ ഭൂരിപക്ഷം പേർക്കും തൊഴിൽ നഷ്ടമായേനെ. അതുകൊണ്ടാണ് വിവാദ ബില്ലിനെതിരെ രംഗത്തെത്തി IT കമ്പനികളെ ഇരുകൈയും നീട്ടി കേരളവും ആന്ധ്രാപ്രദേശും സ്വാഗതം ചെയ്തത്. ആന്ധ്ര മുഖ്യമന്ത്രി N ചന്ദ്രബാബു നായിഡുവിന്റെ മകനും IT മന്ത്രിയുമായ നാരാ ലോകേഷാണ് ബംഗളൂരു കമ്പനികളെ ആകർഷിക്കാൻ ഓഫറുകളുമായി രംഗത്തെത്തിയത്. കേരളത്തിന്റെ അതിവൈദഗ്ധ്യമുള്ള ടാലന്റ് പൂളിനെയും പ്രശ്നരഹിതമായ ചുറ്റുപാടിനെയും എടുത്തു കാണിച്ചുകൊണ്ട് സംസ്ഥാന നിയമ വ്യവസായ മന്ത്രി P രാജീവും രംഗത്തെത്തി. നിരാശരായ ബിസിനസ് സ്ഥാപനങ്ങൾ കേരളത്തിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ കഴിവിലും യോഗ്യതയിലുമാണ് റിക്രൂട്ട്മെന്റിന്റെ ഏക മാനദണ്ഡമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ബിസിനസ് അനുകൂല അന്തരീക്ഷം എടുത്തുകാട്ടുന്നതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഈ ബില്ല് പിൻവലിച്ചോ? IT കമ്പനികളുടെ കൂട്ടായ്മയായ നാസ്കോ കന്നഡികർക്ക് തൊഴിൽ സംവരണം ഏർപ്പെടുത്താൻ സർക്കാർ കൊണ്ടുവന്ന ഈ ബിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അവർ രംഗത്തെത്തിയതോടെ ഈ വിവാദ തീരുമാനം മരവിപ്പിക്കാൻ കർണാടക സർക്കാർ തയ്യാറായി.
പ്രാദേശിക വൈദഗ്ധ്യമുള്ള പ്രതിഭകൾ കുറവായതിനാൽ ഈ നിയമം കമ്പനികളെ സ്ഥലം മാറ്റാൻ പ്രേരിപ്പിച്ചേക്കാമെന്ന് നാസ്കോ കൂട്ടിച്ചേർത്തു. പ്രമുഖ വ്യവസായികളെല്ലാം ഒറ്റക്കെട്ടോടെ ബില്ലിനെതിരെ രംഗത്ത് വന്നത് സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയും സമ്മർദ്ദത്തിലാക്കി. പാർട്ടിയുടെ പൊതുനയത്തിന് വിരുദ്ധമായ നിലപാടാണ് കർണാടക സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതോടെ കന്നഡികർക്ക് 100% സംവരണം നിർബന്ധമാക്കുന്ന ബില്ലിന് സർക്കാർ അനുമതി നൽകിയെന്ന പോസ്റ്റ് എക്സിൽ നിന്നും സിദ്ധരാമയ്യ ഡിലീറ്റ് ചെയ്തു. കൂടുതൽ ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ ഈ ബില്ല് അവതരിപ്പിക്കുകയുള്ളൂ എന്നും വ്യവസായ മന്ത്രി MB പാട്ടീൽ പറഞ്ഞു. ബില്ലിൽ 100% സംവരണമാണ് ലക്ഷ്യമാക്കുന്നത് എന്നത് തെറ്റായ വിവരമാണെന്നും തൊഴിൽ മന്ത്രി സന്തോഷ് ലാഡ് വിശദീകരിച്ചു. ബില്ല് മരവിപ്പിച്ചെങ്കിലും വ്യവസായ ലോകത്തിന്റെ ആശങ്ക ഇനിയും മാറുന്നില്ല. കൂടുതൽ പരിഷ്കാരം വരുത്തി ബില്ല് അവതരിപ്പിക്കുമെന്നാണ് സർക്കാർ പറയുന്നത്. കർണാടക സർക്കാരിന്റെ മാതൃക മറ്റു സംസ്ഥാനങ്ങൾ പിന്തുടർന്നാൽ പ്രാദേശികവാദം ശക്തിപ്പെടുമെന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല കർണാടക സർക്കാർ കൊണ്ടുവന്ന ബിൽ. മുമ്പ് ഹരിയാനയും ഇത്തരത്തിൽ തൊഴിൽ സംവരണം കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അത്. 30,000 രൂപയിൽ താഴെ ശമ്പളമുള്ള സ്വകാര്യ മേഖലയിലെ ജോലികളിൽ തദ്ദേശീയർക്ക് 75% സംവരണം നൽകാനായിരുന്നു നീക്കം. പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതി ഈ നിയമം റദ്ദാക്കി. ഭരണഘടനാ വിരുദ്ധവും ഭരണഘടനയുടെ 3-ാം ഭാഗത്തിന്റെ ലംഘനവുമാണ് ഇതെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതി ഉത്തരവിനെതിരെ ഹരിയാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. വിഷയം ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും തദ്ദേശീയർക്ക് സ്വകാര്യ മേഖലയിലെ ജോലികളിൽ പ്രാമുഖ്യം നൽകണമെന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിലും അതിപ്പോൾ നിർബന്ധമല്ല. ഒരുപക്ഷെ കർണാടക സർക്കാർ വീണ്ടും ഈ ബില്ലുമായി എത്തിയാൽ നിയമത്തെ മുൻനിർത്തി നേരിടാമെന്നാണ് വ്യവസായികളുടെ കണക്കുകൂട്ടൽ.